നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 20-ാം തീയതി കാർത്തിക നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ധാരാളം സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ യാത്രകൾക്കും യോഗമുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെറിയ ജലദോഷം, പനി, ചുമ ഇത്തരം അസുഖങ്ങളെല്ലാം പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകാനും ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. കുടുംബജീവിതം സന്തോഷകരമായി തുടരുന്നതാണ്. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് ശാന്തിയും സമാധാനമൊക്കെ നിലനിൽക്കുന്നതാണ്. വരുമാന വർധനവ് ഉണ്ടാവാനും പുതിയ പല സംരംഭങ്ങളും തുടങ്ങാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം, മര ഈ നക്ഷത്രക്കാർക്ക് അനാവശ്യ ചെലവുകളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് പണമിടപാടുകളെല്ലാം വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെറിയ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയോ തർക്കമൊക്കെ ഉണ്ടാകാനും യോഗമുള്ളൊരു ദിവസമാണ്. പുതിയ സംരംഭങ്ങൾക്കൊന്നും ഇന്നത്തെ ദിവസം നല്ലതല്ല. യാത്രകളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരാനൊക്കെ യോഗമുണ്ട്. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടാനും അധ്വാന ഭാരം വർദ്ധിക്കാനും കൂടുതൽ മറ്റുള്ളവരുടെ ജോലി പോലും ചെയ്തു തീർക്കേണ്ടി വരാനും അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നേരിടാനും ചിലർക്ക് സ്ഥലം മാറ്റം ലഭിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. മിഥുന രാശി മകയിര, അര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഏറെ കാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും വരുമാന വർധന ഉണ്ടാകാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നൊരു ദിവസം തന്നെയാണ്. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാവും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. കമിതാക്കൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷകരമായിരിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അവിവാഹിതരെ വിവാഹ കാര്യത്തിൽ തീരുമാനം ആകാനും അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ചെറിയ ചെറിയ യാത്രകൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ ജോലി തുടങ്ങാനോ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റത്തിനും സാമ്പത്തിക പുരോഗതിക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്കെല്ലാം ചില ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് തന്നെ ജോലി നേടാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ ഭിന്നതകളോ വീട് വിട്ട് കഴിയേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യാത്രകൾ ഗുണകരമായിട്ട് മാറുന്നതാണ്. ദീർഘയാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പരിചരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽക്കാല് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓഹരി ഇടപാടുകളിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. വീട് വിട്ട് കഴിയേണ്ടി വരാൻ യോഗമുള്ളൊരു സമയമാണ്. അന്യനാട്ടിൽ ജോലി നേടുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. വിദേശത്തു നിന്ന് സന്തോഷകരമായിട്ടുള്ള വാർത്തകളെല്ലാം എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കടം കൊടുത്ത പണമൊക്കെ മടക്കി കിട്ടാനും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്ന വസ്തു തിരിച്ചു കിട്ടാനൊക്കെ യോഗമുള്ളൊരു ദിവസമാണ്. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും തരണം ചെയ്ത് പോകാൻ സാധിക്കും. ഈശ്വരാധീനമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവാനും പ്രതീക്ഷിക്കാത്ത വിഘ്നങ്ങളെല്ലാം നേരിടേണ്ടി വരാനും സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാവാനെല്ലാം സാധ്യതയുണ്ട്. ഒറ്റക്കുള്ള രാത്രികാല യാത്രകളെല്ലാം അപകടങ്ങൾ വരുത്തിവെക്കാനൊക്കെ സാധ്യതയുണ്ട്. അപകട സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് വെള്ളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെള്ളത്തിലുള്ള യാത്രകൾ, ജലയാത്രകളൊക്കെ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. നീന്താനൊക്കെ പോകുന്നത് ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നതാണ് നല്ലത്.
പരിചയമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ തർക്കങ്ങളിലും കലഹങ്ങളിലെല്ലാം ഇടപെടുന്നത് കുഴപ്പമായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദൈവാധീനം കുറഞ്ഞ കാലമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷിക്കാവുന്ന ദിവസം തന്നെയാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പഴയകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ദീർഘയാത്രകൾ അല്ലെങ്കിൽ നീണ്ട യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാനെല്ലാം യോഗമുള്ളൊരു ദിവസം തന്നെയാണ്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ നടക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കൂടുതലാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലെല്ലാം തീരുമാനമാകാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. സഹോദരനുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. വൃശ്ചിക രാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അനാവശ്യ ചിന്തകളും ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ പനിയും ജലദോഷമൊക്കെ പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നീരുവീഴ്ച പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ആശുപത്രിയിൽ കഴിയേണ്ടി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ചെറിയ രോഗമാണെന്ന് എഴുതിയിട്ട് ചികിത്സ എടുക്കാതിരിക്കരുത്. ആവശ്യമായ മുൻകരുതലും മരുന്നുകളൊക്കെ എടുക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസം നല്ലത്. വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലും കലഹങ്ങളിലും ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളിന്ന് സംസാരിക്കുന്ന കാര്യം മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ആവശ്യമില്ലാതെ അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷിക്കാവുന്നതാണ്. കാത്തിരുന്ന പ്രൊമോഷൻ ലെറ്റർ എല്ലാം കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഉത്സാഹം തോന്നുന്നൊരു ദിവസമാണ്. സ്പോർട്സ് രംഗത്തെല്ലാം ശോഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിയമകാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരുന്നൊരു ദിവസമാണ്. സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടമൊക്കെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങളും കൂടുതൽ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനും വിജയിപ്പിക്കാനും എല്ലാം സാധിക്കുന്നൊരു ദിവസമാണ്. തൊഴിൽ മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്കെല്ലാം ഇന്നത്തെ ദിവസം നീണ്ട യാത്രകൾക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമെല്ലാം നിലനിൽക്കുന്നതാണ്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ പഴയത് മാറ്റി പുതിയത് വാങ്ങണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ശുഭകരമാണ്. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ സന്തോഷിക്കാവുന്ന പല അവസരങ്ങളും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ആരോഗ്യം തൃപ്തികരമായിട്ട് തുടരുന്നതാണ്. ഭാഗ്യദോഷം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂർട്ടാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യമുള്ളതാണ്. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. ചെയ്യുന്ന ബിസിനസ് എല്ലാം ഇന്ന് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് എല്ലാം കൂടുതൽ ലാഭകരമായിട്ട് മാറാനും പല രീതിയിൽ വരുമാനം വർദ്ധിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. പുതിയ വരുമാന മാർഗങ്ങളെല്ലാം കണ്ടെത്താനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ദീർഘകാലത്തിന് ശേഷം നടത്താനിരിക്കുന്ന യാത്രകളെക്കുറിച്ച് പോലും ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് അത് വിജയകരമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ഭാഗ്യം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ഓഹരി ഇടപാടുകൾ, ഷെയർ ബിസിനസ് അല്ലെങ്കിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് വാഹന ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഇന്നത്തെ ദിവസം ഉത്തമമാണ്. മീനൻ രാശി പൂർട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ചില അസ്വസ്ഥതകളും ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കലഹങ്ങൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള എതിർപ്പുകൾ, അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനും
ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായിട്ട് ചിലവുകളെല്ലാം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയോ അകന്നു കഴിയേണ്ടി വരാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.